പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിൻ്റെ ഇന്നത്തെ അധ്യക്ഷൻ പാസ്റ്റർ സിൽജു, എനിക്ക് മുൻപായി തിരുവചനത്തിൻ്റെ ഏടുകൾ സവിസ്തരമായി വിചിന്തനം ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുജീഷ് പി സാം, എല്ലാ പ്രബുദ്ധരായ ആത്മീയർ, പ്രാർത്ഥനാ സഹകാരികൾ, വിദൂരങ്ങളിൽ സാഗൂതം പ്രാർത്ഥനയോടെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വന്ദനമറിയിക്കുന്നു. പ്രത്യാശ എന്ന ഏറ്റവും മഹനീയമായ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന ഒരു സന്ദേശം നമുക്ക് മുൻപിൽ ഈ മാസം 1-ാം തീയതി ആരംഭിക്കുകയാണ്. ഏതൊരു ക്രൈസ്തവൻ്റെയും അകതാരിൽ ആവേശത്തിൻ്റെ അലമാലകൾ തീർക്കുന്ന ഏറ്റവും ശ്രവണമാധുര്യം നിറയുന്ന ഒരു സന്ദേശമാണ് പ്രത്യാശ. യേശുക്രിസ്തുവിൽ ഒരാത്മീയൻ്റെ പ്രത്യാശയെ തൊട്ടുണർത്തുന്ന തീവ്രമായ ദൈവജന ചിന്തകളാണല്ലോ ഈ മാസം മുഴുവൻ ലഭ്യമാകുന്നത്. അതിന് തുടക്കം കുറിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയത് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാനാണ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ന്റെ 16, 17, 18. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ്. തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ പശ്ചാത്തല വിവരണത്തിലേക്ക് ഞാൻ കൂടുതലായി സമയമെടുക്കുന്നില്ല. ഈ മാസം വിവിധ സമയങ്ങളിലായി ഞാൻ വീണ്ടും നിങ്ങളുടെ അരികിൽ എത്തുന്നുണ്ട്. അപ്പോൾ പ്രത്യാശയുടെ വിവിധ വശങ്ങൾ പ്രത്യാശയോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തെസ്സലോനിക്ക ലേഖനം നിശ്ചയമായും എൻ്റെ സന്ദേശത്തിൻ്റെ ഭാഗമായി വരും. എങ്കിലും ഓർക്കുക, പ്രത്യാശ എന്ന വിഷയത്തെ തെസ്സലോനിക്ക ലേഖനം നൽകുന്നതൊരു യാത്രയപ്പ് എന്ന ചിന്തയിലാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പൗലോസിനാൽ സ്ഥാപിതമായ സഭയാണ്. പൗലോസ് ചില ആഴ്ചകൾ കൊണ്ട് മാത്രം അവരെ പണിതെടുത്തു എന്ന ചരിത്രം. തെർമ എന്ന പേരിൽ അറിയപ്പെട്ട പട്ടണം പിന്നീട് ചൂടുനീരുറവ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പിൻകാലത്ത് ആ പട്ടണം അലക്സാണ്ടറിൻ്റെ അർദ്ധ സഹോദരിയായ തെസ്സലോനിക്കയുടെ പേരിലേക്ക് അറിയപ്പെട്ടു. അങ്ങനെ അവിടെ കൂടി വന്ന സഭ, ആ സഭയ്ക്ക് പൗലോസിനാൽ വിരചിതമായ ഏറ്റവും ശ്രേഷ്ഠമായ ലേഖനങ്ങളിലൊന്ന്. ഈ ലേഖനം എഴുതാനുള്ള പശ്ചാത്തലം കർത്താവിൻ്റെ വരവെന്ന തീവ്രമായ വെളിപ്പാടിലേക്ക് ദൈവസഭ നടന്നു നീങ്ങി. എന്നാൽ ചില അകാല മൃത്യു സഭയുടെ അകത്തളത്തിലുണ്ടായി. പെട്ടെന്ന് ചില മരണങ്ങൾ, വിശ്വസിക്കാൻ കഴിയാത്ത ചില മരണങ്ങൾ, ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില മരണങ്ങൾ ആ സഭയൊന്ന് ഉലച്ചു. ചില ചോദ്യങ്ങൾ അവരുടെ ഇടയിലുണ്ടായി. കർത്താവിൻ്റെ വരവെന്ന തീവ്ര പ്രത്യാശയോടെ നിൽക്കുമ്പോൾ ഇങ്ങനെ മരണം നടന്നാൽ എന്ത്? അങ്ങനൊരു വിറകൊണ്ട് നിൽക്കുമ്പോഴാണ് പൗലോസ് ഈ ലേഖനം എഴുതാൻ നിർബന്ധിതനാകുന്നത്. ഓർക്കുക, പൗലോസ് ഈ ലേഖനം എഴുതാൻ നിർബന്ധിതനാകുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതാൻ നിർബന്ധിതനാകുമ്പോൾ തൻ്റെ കണ്ടന്റ് യാത്രയപ്പ് എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു യാത്രയപ്പ് സന്ദേശം എന്ന നിലയിലാണ് ഒരാത്മീയൻ ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയപ്പിൽ കരച്ചിലുണ്ട്. യാത്രയപ്പിൻ്റെ കരച്ചിലുകൾ നടന്നതൊക്കെ എയറോഡ്രോമിലും ബസ് സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമൊക്കെയാണ്. അവിടെയൊക്കെ ഒരു യാത്രയപ്പാണ് നടക്കുന്നത്. അവിടെ കണ്ണുനീർ പൊടിയാറുണ്ട്, കണ്ണുനീർ നല്ലപോലെ വീഴാറുണ്ട്, നിലവിളിയുടെ ശബ്ദമുയരാറുണ്ട്, അലമുറയായി മാറാറുണ്ട്. പക്ഷേ ആ അലമുറയും നിലവിളിയുമൊക്കെ അല്പനേരത്തേക്ക് മാത്രമുള്ള നൊമ്പരങ്ങളാണ്. എന്നാൽ അല്പം കഴിയുമ്പോൾ അതിൻ്റെ പിൻപിലുള്ള പുഞ്ചിരി അത് പുറത്തേക്ക് വരും. ഓർക്കുക, അങ്ങനൊരു തീവ്ര വെളിപ്പാടാണ് ഈ പുസ്തകത്തിനുള്ളത്. അതായത് എയറോഡ്രോമിൽ പ്രിയപ്പെട്ടവരെ യാത്രയാക്കാൻ നിൽക്കുമ്പോൾ, പ്രിയതമൻ പോകുമ്പോൾ ആ കമ്പിക്കപ്പുറവും ഇപ്പുറവും നിന്ന് നൊന്ത് നീറുന്ന നൊമ്പരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ വിരഹവേദനയുടെ വല്ലാത്ത പിരിമുറുക്കത്തിൽ അകപ്പെടുമ്പോൾ കണ്ടമിടറും. കണ്ടനാളം ഇടറുക മാത്രമല്ല, ഉള്ളിൽ നിന്ന് പുകച്ചിൽ പുറത്തേക്ക് വരുമ്പോൾ കണ്ണിൽ നിന്ന് നീർച്ചാലുകൾ രൂപപ്പെടും. പരസ്പരമുള്ള ആ നൊമ്പരങ്ങളുടെ കൈമാറ്റം, ആ നൊമ്പരങ്ങൾ കണ്ടിട്ട് ആ പുറമേ പോകാൻ നിൽക്കുന്ന ആൾ ഒരിക്കലും പറയാറില്ല, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ടവളെ, നിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ഞാൻ പോകുന്നില്ല, ഞാനിവിടെ നിൽക്കാം. ആ നിമിഷം ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മറുപടി എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ ഈ കരഞ്ഞത് അങ്ങേ നഷ്ടപ്പെടുന്നതിലുള്ള വേദന കൊണ്ടല്ല. ചെറിയ ഒരു പിരിമുറുക്കമുണ്ടെങ്കിലും ഒരു കാര്യം എനിക്കുറപ്പാണ്, ഇതൊരു വേർപെടലിൻ്റെ സമയമാണ്. പക്ഷേ ഈ വേർപെടലിന് അപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിനേക്കാൾ നല്ലൊരു തീരം അവിടെയുണ്ട്.
നല്ലൊരിടം അവിടെയുണ്ട്, ബെറ്റർ ലൈഫ് അവിടെയുണ്ട്, ബെറ്റർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അവിടെയുണ്ട്, ബെറ്റർ നമ്മുടെ ലൈഫിനെ കെട്ടിപ്പടുക്കാൻ പറ്റിയ ഒരു സ്ഥിതി അവിടെ ഉണ്ടെന്നുള്ള വെളിപ്പാടുള്ളത് കൊണ്ട് ഈ കണ്ണുനീരിൻ്റെ പിന്നിൽ തീവ്രമായി ചലിക്കുന്ന ഒരാനന്ദമുണ്ട്. എത്ര പേർക്ക് ആ വെളിപ്പാടുണ്ട്? സ്തോത്രം. നമ്മുടെ ബിജു ബ്രദറിൻ്റെ വേർപാടിൽ നൊന്തുനീറിയ ഒരുപാട് പേരുണ്ട്. ഈ സന്ദേശം ഈ മാസം ആരംഭിക്കുമ്പോൾ എൻ്റെ അകത്തും ഈ സന്ദേശം ഒരു ആവേശമാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ചില ദിനങ്ങൾക്ക് മുൻപ് നമ്മളൊരു യാത്രയപ്പാണ് നൽകിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്, അങ്ങേ തീരമണഞ്ഞ ഒരു കൂട്ടം വിശുദ്ധന്മാരോട് നമ്മളൊന്ന് ചോദിക്കണം, എങ്ങനെയുണ്ട് അവിടെ? അവർ പറയും, എത്തി, ഞാനിവിടെ എത്തി, മനോഹര തീരമാണ്, പ്രതീക്ഷിച്ചതിനേക്കാൾ, കണ്ടതിനേക്കാൾ, അറിഞ്ഞതിനേക്കാൾ തീവ്രമായതാണ് ഞാനിവിടെ അനുഭവിക്കുന്നത്. അങ്ങനൊരു കണ്ടൻ്റാണ് തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ്, ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. എങ്ങനെ പോയാലും എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ആവേശം തുളുമ്പുന്ന ചിന്തകൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗത്തിൽ ആ വിഷയത്തെ ഈ ഭാഗത്ത് നിന്ന് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യാശയും ആശ്വാസവും. അപ്പോൾ ഞാൻ ഇന്ന് അത് മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ഈ സന്ദേശത്തെ ലളിതമായി നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ 5 അധ്യായത്തിൽ 5 വിധ ഗഹനമായ ചിന്തകളിലൂടെ തൻ്റെ ലേഖനം മുൻപോട്ട് പോകുമ്പോൾ 4 അധ്യായത്തിൻ്റെ ഏറ്റവും വലിയ സമ്പന്നത കർത്താവിൻ്റെ വരവും മരണവും എന്ന തീവ്രമായ വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തെ പൗലോസ് അവിടെ അവതരിപ്പിക്കുമ്പോൾ മരണവും കർത്താവിൻ്റെ വരവും എന്ന വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവെന്ന ഏറ്റവും വലിയ പ്രത്യാശയിലേക്ക് പൗലോസ് തെസ്സലോനിക്ക സഭയുടെ ചിന്തകളെ കൊണ്ട് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പൗലോസ് അവിടെ പറയുമ്പോൾ ആ ലേഖനം, ആ ഭാഗം 18-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനതാണ് നിങ്ങൾക്ക് ഇന്ന് വേഗത്തിൽ പറഞ്ഞ് ഈ സന്ദേശത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് എഴുതിയ രീതിയിൽ തന്നെ മനസ്സിലാക്കി തരാനാണ് എൻ്റെ ശ്രമം. അവിടെ പൗലോസ് പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. വേദപുസ്തകത്തിൽ ഒരാത്മീകനെ ആശ്വസിപ്പിക്കാനുള്ള ഏകവാക്യം. വീട് തരുന്നത് എനിക്ക് ആശ്വാസമല്ല, ജോലി കിട്ടുന്നതല്ല എൻ്റെ ആശ്വാസം, കടം മാറുന്നതല്ല എൻ്റെ ആശ്വാസം, എനിക്ക് സമ്പന്നത കിട്ടുന്നതല്ല എൻ്റെ ആശ്വാസം. എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എൻ്റെ കർത്താവ് വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിൻ്റെ വരവാണ് എനിക്ക് ഉയർത്തി പറയാനുള്ള എൻ്റെ ആശ്വാസ സന്ദേശം. ഞാനതിനെ ഈ വാക്ക് പറയുമ്പോൾ അതിൽ ഒരാത്മീകൻ ആശ്വസിപ്പിക്കുന്നവനാകണം. തമ്മിൽ നിങ്ങൾ ആശ്വസിപ്പിക്കണം, തമ്മിൽ നിങ്ങൾ ആശ്വസിപ്പിക്കണം. തമ്മിൽ ആശ്വസിപ്പിക്കണം എന്ന് പറയുമ്പോൾ അന്യോന്യം ആശ്വസിപ്പിക്കണമെങ്കിൽ ഈ ഇത്ര തീവ്രമായ ഒരു വെളിപ്പാടിലേക്ക് ഒരാത്മികൻ പണിയപ്പെട്ടെത്തുകയാണ്. ഒരാത്മികൻ ആശ്വസിപ്പിക്കുന്നവനായി മാറണമെങ്കിൽ 2 വിധ പ്രോസസ് കഴിയുമ്പോഴാണ് അവൻ ആശ്വസിപ്പിക്കുന്നവനാകുക. അപ്പോൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവലാതിയും വേവലാതിയും അല്ലലും ആകുലും ഒക്കെ ജീവിതത്തിൽ തിരതള്ളിയിട്ട് എനിക്ക് ആശ്വാസമില്ല ദൈവദാസനെ എന്ന നൊമ്പരത്തോടിരിക്കുന്നവർക്ക് ഞാൻ തരുന്ന തീവ്ര സന്ദേശം, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഒന്ന് ഉയരാൻ പോകുകയാണ്. ആശ്വാസമില്ല എന്ന് നിങ്ങൾ പറയുന്നതിൽ നിന്ന് നിങ്ങൾ ആശ്വസിപ്പിക്കുന്നവരായി മാറാൻ പോകുകയാണ്. അപ്പോൾ അതിന് 1-ാം ഘട്ടം എന്താണ്, 2-ാം ഘട്ടം എന്താണ്? ഞാൻ അങ്ങനെ 2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. കർത്താവ് തന്നെ പറഞ്ഞ പദമാണ്, മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. 11-ാം അധ്യായം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. 28-ാം വാക്യമാണ്. മത്തായി 11-ന്റെ 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിൻ്റെ അലംഘനീയമായ ഒരു പ്രഖ്യാപനമാണ്. പലസ്തീൻ്റെ പച്ചമണ്ണിൽ യഹൂദ മണൽ വിരിച്ച വിരിമാറിൽ നിന്നുകൊണ്ട് പരീക്ഷ ചിന്തകളും സദൂക്യന്മാരും എരിവുകാരും ഉൾപ്പെടുന്ന വലിയ മതക്കൂട്ടത്തെ കണ്ടിട്ടുള്ള പലസ്തീൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് നസ്രായൻ്റെ അധരചലനമാണ്, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുക, ഭാരം ചുമക്കുക. ഈ 2 പദത്തിൻ്റെ അർത്ഥവ്യാപ്തി എനിക്ക് മുൻപായി ദൈവദാസന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള വിമോചനം,
ക്രൂശിൽ നടന്ന രക്ഷണീയ പദ്ധതിയുടെ ഭാഗമായി എനിക്ക് മുൻപായി കർത്തൃദാസന്മാർ അത് ഭാഗത്തിന് വിവരണം നൽകിയതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഭാഗം ആവർത്തിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ അവർ വിട്ടുപോയൊരു ഭാഗമെന്നോണം ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആശ്വാസമില്ലാത്ത ലോകത്തിൽ ആശ്വസിപ്പിക്കാൻ കെൽപ്പുള്ള നസറായൻ ഇന്ന് ചരിത്രരേഖകളിൽ നിന്ന് ഉറക്കെ ഉയർക്കപ്പറയുന്നൊരു പദമാണ് എൻ്റെ അടുക്കൽ വരിക, ഞാൻ ആശ്വസിപ്പിക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൂട്ടത്തെയല്ല, എല്ലാവരെയും യേശു വിളിക്കുകയാണ്. യേശു അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? യേശുവിൻ്റെ ആ വാക്കിൽ ഏറ്റവും തീവ്രമായ ഒരാത്മവിശ്വാസമുണ്ട്. അല്ലെങ്കിൽ കർത്താവ് പറയുമായിരുന്നു, കർത്താവ് പറയുന്നത് എല്ലാവർക്കും വരാം, എല്ലാവർക്കും വരാം. ഈ ആഹ്വാനം സാർവത്രികമാണ്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, കുലശ്രേഷ്ഠതയോ കുടുംബശ്രേഷ്ഠതയോ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലോ ഇല്ല. എല്ലാവരും വരിക, ആർക്കും വരാം. അതിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട രണ്ട് പദം, അധ്വാനിക്കുക, ഭാരം ചുമക്കുക. ഏത് കാര്യത്തിലാണ്? ഉലകിൽ പാപമെന്ന യാഥാർത്ഥ്യത്തോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട് അതിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. അതിനുവേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പല വഴി പല വിധങ്ങൾ തേടി ആ ഭാരം അനുഭവിക്കുന്നവരുണ്ട്. മനുഷ്യൻ ഇന്നും എന്നും സദാകാലവും അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഒരു വിമോചനം. കാരണം ഇന്നിൻ്റെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം പാപമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു ഉദ്ധാരണം കാലാകാലങ്ങളായി മനുഷ്യൻ ആശിച്ചുകൊണ്ടിരിക്കുക. യുഗങ്ങളായി തുടരുന്ന പ്രാർത്ഥനയുടെ ചിന്തകളിൽ നമുക്കത് വ്യക്തമായ കാര്യമാണ്. ലോകത്തിൻ്റെ നാനാ തുറകളിലുള്ള സാഹിത്യത്തിൻ്റെ പേജുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ദീനരോധനങ്ങൾ, നിലവിളിയുടെ ശബ്ദങ്ങൾ, നടന്ന പുണ്യകർമ്മങ്ങളും പുണ്യസ്ഥല സന്ദർശനവും തീർത്ഥാടനവും ഒക്കെ അനർഗള നിർഗളമായി ആരാധനകളായി ഉയർത്തിവിടുന്ന വാക്കുകൾ, ഇതെല്ലാം നാം ഒന്ന് വിശകലനം ചെയ്താൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള നൊമ്പരം, ഈ അകൃത്യത്തിൽ നിന്ന് ഒരു മോചനം എനിക്ക് വേണം, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് മോചനം വേണം. ഏതെങ്കിലും പുണ്യം ചെയ്താൽ, സൽക്കർമ്മം ചെയ്താൽ, പുണ്യസ്ഥലം സന്ദർശിച്ചാൽ, തീർത്ഥാടനം നടത്തിയാൽ രക്ഷ കിട്ടുമെന്നുള്ള ഒരു വലിയ കൊതിയോടെ ഓടി അലയുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് ഇടപെടുന്ന ദൂത്, എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ ഒരു ആഹ്വാനം നടത്തി? കാരണം യേശുക്രിസ്തു സാക്ഷാൽ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വാക്കാണ് എൻ്റെ അടുക്കൽ വരിക, ഞാൻ ആശ്വസിപ്പിക്കാം. എന്തുകൊണ്ട് കർത്താവ് അത് പറഞ്ഞു? രണ്ടാമത്തെ അർത്ഥം, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. അതുകൊണ്ട് ആഹ്വാനം തീവ്രം, എൻ്റെ അടുക്കൽ വരിക, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എൻ്റെ അടുക്കൽ വരിക. ഞാൻ തന്നെയാണ് സാക്ഷാൽ വഴി, എൻ്റെ അടുക്കൽ വരിക. ഞാൻ തന്നെയാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുക്കൽ വരിക. ഞാൻ തന്നെയാണ് ലോകത്തിൻ്റെ വെളിച്ചം, എൻ്റെ അടുക്കൽ വരിക. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ 7 അവകാശവാദങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു ആത്മീകന് പറയാം, യേശുവിന് തുല്യനായി ആരുമില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നവരാരും വന്നതുപോലെ പോയിട്ടില്ല. കുരുടൻ വന്നത് കുരുടോടെയാണ്. യേശുവിൻ്റെ അരികിൽ നിന്ന് അവൻ മടങ്ങിയത് കാഴ്ചയോടെയാണ്. യേശുവിൻ്റെ അരികിലേക്ക് രോഗിയായി വന്നവർ മടങ്ങിയത് രോഗത്തോടെയല്ല, സൗഖ്യത്തോടെയാ. യേശുവിൻ്റെ അരികിലേക്ക് ഒറ്റപ്പെട്ടു വന്നവർ മടങ്ങിയത് ആശ്വാസത്തോടെയാ. യേശുവിൻ്റെ അരികിലേക്ക് മുടന്തി വന്നവർ നൃത്തത്തോടെയാണ് മടങ്ങിയത്. യേശുവിൻ്റെ അരികിൽ ബന്ധിക്കപ്പെട്ട് വന്നവർ സ്വാതന്ത്ര്യത്തോടെയാണ് മടങ്ങിയത്. യേശുവിൻ്റെ അരികിലേക്ക് നിരാശയോടെ വന്നവർ ആഹ്ലാദത്തോടെയാണ് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ നീ ഏത് ജാതിയിൽപ്പെട്ടതാകട്ടെ, മതമേതുമാകട്ടെ, വർഗമേതുമാകട്ടെ, വർണ്ണമേതുമാകട്ടെ, നീ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം ഏതുമാകട്ടെ, ആയിരിക്കുന്ന ഇടത്ത് നിന്റെ പ്രശ്നത്തിൻ്റെ മാറാപ്പൊന്ന് മാറ്റാൻ യേശുവെ എന്ന് ഉറക്കെ വിളിക്കുമെങ്കിൽ, കുഞ്ഞെ, നിന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ കർത്താവ് ഇന്നും വെയിറ്റ് ചെയ്യുക. അവനാണ് നിത്യദൈവം, അവനാണ് സത്യദൈവം. യേശുവല്ലാതെ രക്ഷകനില്ല, യേശുവല്ലാതെ രക്ഷയ്ക്ക് വരെ മാർഗമില്ല. അതുകൊണ്ട് വേദപുസ്തകം ചരിത്രത്തിൽ ഉറക്കപ്പറയുന്ന വാക്ക്, യേശുവല്ലാതെ മറ്റൊരു രക്ഷകരില്ല. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശത്തോട് ചേർന്ന് പ്രാർത്ഥനയോടെ പങ്കെടുക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് ഈ ആരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, പ്രശ്നം നിനക്ക് വലുതായിരിക്കും, പ്രതിസന്ധി വലുതായിരിക്കും, പല വഴി തേടി പരാജയപ്പെട്ടു, എല്ലാ വഴികളും മുടങ്ങി, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പക്ഷേ നിനക്ക് വഴി കാട്ടാൻ, നിന്നെ വഴിതിരിച്ചു വിടാൻ, നിനക്ക് നല്ലൊരു കൈത്താങ്ങൽ തരാൻ യേശു നിന്നെ വിളിക്കുന്നു. എൻ്റെ അടുക്കൽ നീ വാ, നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. യേശുവിൻ്റെ അരികിലേക്ക് വന്നവർക്കൊക്കെ വിടുതലുണ്ട്. ഒറ്റ ഉദാഹരണം 1 മിനിറ്റ് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ യായിറോസ് യേശുവിനെ അസഹ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ തലമുറയുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മനസ്സില്ലാത്ത യേശുവിനെ ആവർത്തിച്ച് അസഹ്യപ്പെടുത്തിക്കൊണ്ട് ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. യേശുവിനോടൊപ്പം വലിയൊരു പുരുഷാരം യായിറോസിൻ്റെ ഭവനത്തെ ലാക്കാക്കി പോകുമ്പോൾ 12 കൊല്ലമായി രക്തസ്രവം എന്ന രോഗത്താൽ പിടിക്കപ്പെട്ട് ഭവനത്തിൻ്റെ അകത്തളത്തിൽ അടയപ്പെട്ട മുറിക്കകത്ത് കഴിഞ്ഞവൾ, അവൾ പാർത്തത് ന്യായപ്രമാണ കാലത്തിലാണ്. ന്യായപ്രമാണ കാലത്തിൽ രക്തസ്രവമുള്ളയാൾ എന്നുവരെ രക്തസ്രവമുണ്ടോ അന്നുവരെ ഒറ്റപ്പെട്ട് കഴിയണം, മറ്റാരും തൊട്ടുകൂടാ. അവൾ എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു കഴിയുകയാണ്. അവൾ 12 കൊല്ലമായി രോഗം തുടരുന്നതിനാൽ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. വൈദ്യന്മാർ പലരും ചികിത്സിച്ചിട്ടും ഒരു സൗഖ്യവും ലഭിച്ചിട്ടില്ല. ബന്ധങ്ങളും തൻ്റെ സമ്പത്തും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ട് ഭവനത്തിലിരിക്കുമ്പോൾ അവൾ കേട്ട ഒരു ഇരമ്പലുണ്ട്, നസ്രയത്തുകാരൻ യേശു ഇതുവഴി പോകുന്നുണ്ട്. അവളെ ആരും വിളിച്ചതല്ല, അവളൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ അവനെ തൊടാൻ പോകുകയാണ്. ഓർക്കണം, അങ്ങനൊരു തീരുമാനം അവൾ എടുക്കുമ്പോൾ നിയമപരമായ പ്രശ്നമുണ്ട്. അവൾ ആരെയെങ്കിലും മനഃപൂർവ്വമായി തൊട്ടാൽ നിയമം അവളെ പൊതുസ്ഥലത്ത് നിർത്തി കല്ലെറിഞ്ഞു കൊല്ലും എന്നതാണ് പ്രമാണം. പക്ഷെ അവൾ ഉറപ്പിച്ചു, മരണം വന്നാലും സാരമില്ല, അതിനേക്കാൾ വലുതാണ് എനിക്ക് യേശു. ഇന്ന് പകൽക്കാലം ആത്മാവ് ഇടപെടുന്നത് സമൂഹത്തെ നോക്കാതെ, സാഹചര്യത്തെ നോക്കാതെ, വ്യക്തികളെ നോക്കാതെ, യേശുവിനെ മാത്രമൊന്ന് നോക്കിയിട്ട് നീ ഒന്ന് മുൻപോട്ട് ചെല്ല്. യേശു നിനക്കായി വെയിറ്റ് ചെയ്യുകയാണ്. യേശുവിൻ്റെ വസ്ത്രാഗ്രം തൊട്ടവളോട് യേശു പറയുന്ന മറുപടി, ഭയപ്പെട്ട് നിൽക്കുന്നവളോട് പറയുന്നു, ഭയപ്പെടണ്ട, ആശ്വസിച്ചോ, നീ ബാധ മാറി സ്വസ്ഥയായിക്കൊള്ളുക. ഇന്ന് പകൽക്കാലവും സാമ്പത്തികമായ ചില നഷ്ടങ്ങളും രോഗാതുരമായ പ്രശ്നങ്ങളും നിമിത്തം ഒറ്റപ്പെട്ടാണ് ഈ പകൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഭവനത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാണ് രോഗക്കിടക്കയിൽ നീ ആയിരിക്കുന്നത്. കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ഈ സ്ക്രീനിൽ നീ കാണുന്നത്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, യേശുവുമായി ഒരു എൻകൗണ്ടർ ഇന്ന് നടക്കട്ടെ. യേശുവേ, ഞാൻ അങ്ങയെ തൊടാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങയെ വേണം, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങൊന്ന് വരണയെന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാ. രക്തസ്രവക്കാരത്തിക്ക് വേണ്ടി അത്ഭുതം അന്ന് ചെയ്തെങ്കിൽ ഇന്നും യേശുവിൻ്റെ അത്ഭുതം നിന്നു പോയിട്ടില്ല. ചില കുടുംബങ്ങളെ, ചില തലമുറകളെ, ചില യൗവനക്കാരെ ആശ്വസിപ്പിക്കാൻ എൻ്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നീ ഒന്ന് തൊട്. നീ മറ്റുള്ളവരെ നോക്കാതെ, അവരെ നോക്കാതെ, ഞാൻ തൊടുമെന്ന ഒരു ദൃഢപ്രതിജ്ഞയോടെ വിശ്വാസത്തിന്റെ കരങ്ങൾ കൊണ്ട് യേശുവിനെ തൊടാൻ കഴിഞ്ഞാൽ ഇന്ന് പകൽക്കാലം അവർക്ക് അനുഭവിക്കാൻ കഴിയാത്ത അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് പകലായിരിക്കുന്ന ഇടത്ത് ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ട്, കർത്താവേ, ഇന്ന് പകൽ എനിക്ക് ഒരാശ്വാസം വേണമെന്ന പ്രാർത്ഥനയോടെ അടുക്ക്. പ്രൈസ് ദി ലോർഡ്. അതെ, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ആശ്വാസമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വരിക, ഞാൻ ആശ്വസിപ്പിക്കാം. എൻ്റെ അടുക്കൽ ആശ്വാസമില്ലാത്ത നീ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. വഴിയടഞ്ഞ് നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ ആശ്വസിപ്പിക്കാം. പ്രതീക്ഷ നഷ്ടപ്പെട്ട നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ ആശ്വസിപ്പിക്കാം. രോഗത്താൽ പിടിക്കപ്പെട്ട നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ ആശ്വസിപ്പിക്കാം. ശാപത്തിൻ്റെ കുഴിയിൽ നിന്ന് നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ ആശ്വസിപ്പിക്കാം. മരണത്തിൻ്റെ മടയിൽ കിടക്കുന്ന നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അതെ, അതാണ് കർത്താവ് ഒരു വ്യക്തിയിൽ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. രണ്ടാമത്തെ പദം യേശു ആശ്വസിപ്പിക്കുക എന്നതിൽ നിന്ന് രണ്ടാം ഭാഗം, മത്തായിയുടെ സുവിശേഷം തന്നെ 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. മത്തായിയുടെ സുവിശേഷം 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ
എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഫസ്റ്റ് സ്റ്റേജ് വരിക, ഞാൻ ആശ്വസിപ്പിക്കാം. യേശുവിൻ്റെ അടുക്കൽ വരിക, ആശ്വാസം കിട്ടും. എന്നാൽ രണ്ടാം ഭാഗം ആശ്വാസം കിട്ടുകയല്ല, ആശ്വാസം കണ്ടെത്തുക. പ്രൈസ് ദി ലോർഡ്. ആശ്വാസം കിട്ടിയവരുണ്ട്. ആശ്വാസം കിട്ടിയവര് വീണ്ടും ആ പ്രതീക്ഷയോടിരിക്കുന്നെങ്കിൽ സ്പിരിച്വൽ ലൈഫിൽ രണ്ടാം ഘട്ടം ഇവിടെയാണ്, ആശ്വാസം കണ്ടെത്തുക. ഒരുപാട് ദൈവദാസന്മാർ ആത്മീയ പ്രബുദ്ധതയുള്ള ജനമെന്നേക്കാൾ കാണുന്നുണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്രദമാകും. ഇവിടെ പറയുന്ന പദം കണ്ടോ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിക്കണം. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിക്കണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എൻ്റെ നുകം, ഗ്രീക്കിൽ സ്യൂഗോസ് എന്ന പദമാണ് എൻ്റെ നുകം. ആ പദത്തെ ടൈലർ മെയ്ഡ് യോക്ക് എന്നാണ് ആംഗലേയ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ലേഷൻ വരുമ്പോൾ സ്യൂഗോസ്. നമ്മൾ എൻ്റെ നുകം എന്ന മലയാളത്തിൽ വായിക്കുമ്പോൾ ടൈലർ മെയ്ഡ് യോക്ക് എന്താണെന്നല്ലേ പ്രിയപ്പെട്ടവരെ. പലസ്തീൻ്റെ പച്ചമണ്ണിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ വേദപുസ്തകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സംസ്കാരവുമായി ഒരുപാട് ബന്ധമുണ്ട്. അവൾ കാർഷിക സംസ്കാരം പിന്തുടരുന്ന നാടിൻ്റെ പശ്ചാത്തലത്തിലാണ് വേദപുസ്തകത്തിൻ്റെ എഴുത്തുകൾ രൂപപ്പെട്ടത്. അവിടെ കർഷകൻ കൃഷിക്ക് വേണ്ടി നിലം ഉഴുതുമറിക്കാറുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് മൃഗങ്ങളെയാണ്. മൃഗങ്ങളെ ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുമ്പോൾ ആദ്യമായി നുകം ചുമക്കുന്ന മൃഗമുണ്ട്, ഉഴുതു പരിശീലനമുള്ള മൃഗമുണ്ട്. അപ്പോൾ ഉഴുതു പരിശീലനമുള്ള മൃഗവും ആദ്യമായി നുകം ചുമക്കുന്ന മൃഗവും, അതിൽ ആദ്യമായി നുകം ചുമക്കുന്ന മൃഗത്തെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ കുഴിവ്, കഴുത്തിൻ്റെ ചുറ്റളവ്, നിലത്തു നിന്നുള്ള ഉയരം എന്നിവ കൃത്യമായി അളന്നിട്ട് ആദ്യമായി നുകം ചുമക്കുന്ന മൃഗത്തിന് പാകമായ അതിൻ്റെ അളവിൽ പണിത ഒരു നുകമുണ്ട്. അതാണ് ടൈലർ മെയ്ഡ് യോക്ക്. ആദ്യമായി നുകം ചുമക്കുന്ന മൃഗം ഏതാണോ ആ മൃഗത്തിന് മാത്രം പാകമായതാണ്. മുൻപാരുടെയും ചുമലിൽ വെച്ചതല്ലിത്. ഇത് വേറെ ആരുടെയും ചുമലിൽ വെക്കാനുള്ളതുമല്ല, നിനക്ക് വേണ്ടി മാത്രം. പ്രൈസ് ദി ലോർഡ്. അനീഷ് കൊല്ലം എന്ന എന്നെ കർത്താവ് വിളിക്കുമ്പോൾ എൻ്റെ ചുമലിലോട്ട് വെച്ച നുകം എൻ്റെ പ്രാപ്തി അറിഞ്ഞ്, എൻ്റെ കഴിവും മിടുക്കും കരുത്തും അറിഞ്ഞ്, എനിക്ക് മാത്രം ചുമക്കാൻ, എനിക്ക് മാത്രം എത്രയും കഴിവുണ്ടെന്നറിഞ്ഞ്, എൻ്റെ പരിമിതി, ബലഹീനത, എൻ്റെ കഴിവുകേടും ഒക്കെ അറിഞ്ഞിട്ട് എൻ്റെ അളവിലുള്ള മുഖം, അതാണ് സ്യൂഗോസ്. ശ്രദ്ധിച്ചോളൂ. ആദ്യമായി നുകം ചുമക്കുന്ന മൃഗത്തെ കൊണ്ടുവരുമ്പോൾ ചില പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. രണ്ട് തലപ്പിലും മൃഗങ്ങളെ കെട്ടാറുണ്ട്. എന്നാൽ ആദ്യമായി നുകം ചുമക്കുന്ന രണ്ട് മൃഗങ്ങളെ ഒരുമിച്ച് കെട്ടാറില്ല. അങ്ങനെ കെട്ടിയാൽ ഉഴൽ നടക്കില്ല. കാരണം രണ്ടുപേർക്കും ഈ നുകത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് രണ്ടുപേരും വളരെ അസ്വസ്ഥത പ്രകടമാക്കും. അതുകൊണ്ട് തന്നെ നിലം ഉഴുതുമറിക്കാൻ പറ്റില്ല. കലപ്പ ഇവിടെ മാത്രം കാണും, കർഷകനും ഓടും, പിന്നെ നുകം അവിടെ കാണും. ഇത് രണ്ടും രണ്ട് വഴിക്കാകും. അതുകൊണ്ട് ഉഴൽ എന്ന പ്രക്രിയ നടക്കാത്തത് കൊണ്ട് കർഷകൻ ചെയ്യുന്ന ഒരു തീവ്രമായ യജ്ഞമാണ് ആദ്യമായി നുകം ചുമക്കുന്നതിനെ ഒരു സൈഡിൽ കെട്ടുമ്പോൾ മറു സൈഡിൽ ഈ വയൽ ഉഴുതുമറിച്ച് പരിശീലനമുള്ളതിനെയാണ് കെട്ടുന്നത്. ശ്രദ്ധിക്കണം. ഉഴുത് പരിശീലനമുള്ളതിനെ മറുതലപ്പിൽ കെട്ടിയിട്ട് ആദ്യമായി നുകം ചുമക്കുന്നതിൻ്റെ അളവിൽ പണിത നുകമാണ്. പക്ഷേ അതിൻ്റെ മറുതലപ്പിൽ ഉഴുത് പരിശീലനമുള്ളതിനെ കെട്ടും. രണ്ടുപേർക്കും രണ്ട് ചിന്തകളാണുള്ളത്. അതായത് ഈ ആദ്യമായി നുകം ചുമക്കുന്ന മൃഗത്തിൻ്റെ ചിന്ത എങ്ങനെങ്കിലും നുകത്തിൻ്റെ അമിക്കയർ അഴിക്കണം, എങ്ങനെങ്കിലും നുകത്തിൻ്റെ അമിക്കയർ പൊട്ടണം, എങ്ങനെങ്കിലും എനിക്കിത് കുടഞ്ഞ് നുകത്തിന്ന് രക്ഷപ്പെടണം, എങ്ങനെങ്കിലും എനിക്ക് കരയിൽ പോയിരിക്കണം, എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ കരയിൽ വിശ്രമിക്കുക, അവരൊക്കെ അതിലെ ഓടി നടക്കുക, അവർക്ക് ഈ നുകമില്ല, എനിക്ക് അവിടെ എത്തണം. അങ്ങനെ വയലിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ആദ്യമായി നുകം ചുമക്കുന്ന ഈ മൃഗത്തിനൊരാഗ്രഹം കാണും. അതാണ് അവൻ്റെ ലക്ഷ്യം. അവൻ അതിനുവേണ്ടി ചവിട്ടുന്നു, ഇറിറ്റേഷൻ പ്രകടമാക്കുന്നു. കാരണം ഇങ്ങനൊരു വസ്തു അവൻ്റെ തലയിൽ ആദ്യമായിട്ടാണ് കയറിയത്. അതുകൊണ്ട് തന്നെ വല്ലാത്ത അസ്വസ്ഥത കാണിക്കുമ്പോൾ
മറുഭാഗത്ത് ഒരു മൃഗമുണ്ട്. ആ മൃഗത്തിന് വയലറിയാം, തന്നെ നുകത്തോട് ചേർത്ത് ബന്ധിച്ച അമിക്കയറിനെ അറിയാം. കാരണം ഈ കയറ് യജമാനൻ കെട്ടിയതാ. അഴിയണമെങ്കിൽ വയലിൽ ഉഴുത് തീരാതെ ഇത് അഴിക്കുകയല്ല. ഞാൻ എത്ര കടന്ന് കുലുകിയാലും, എത്ര ഞാൻ ഇവിടെ തെറിച്ചാലും, എത്ര ഞാൻ ഗുസ്തി ഉണ്ടാക്കിയാലും ഈ നുകത്തിൽ നിന്ന് കയറഴിയത്തില്ല. പക്ഷെ എൻ്റെ ചാട്ടം കൊണ്ടോ എൻ്റെ ബഹളം കൊണ്ടോ ഇത് അഴിക്കുകയല്ല. എൻ്റെ യജമാനൻ ഇത് അഴിക്കണമെങ്കിൽ വയലിലെ പണി തീരുന്നതിൻ്റെ അന്ന് എൻ്റെ കഴുത്തിൽ നിന്ന് അവൻ നുകം അഴിച്ചു മാറ്റും. അതുകൊണ്ട് ഉഴുത് പരിശീലനമുള്ള മൃഗത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? എത്രയും വേഗം ഈ പണി തീർക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഇവിടെ ഉഴാനുള്ള പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഇവിടെ ആദ്യമായി നുകം കയറിയത് തൊഴിക്കുന്നു, ചവിട്ടുന്നു, മാന്തുന്നു, ഇറിറ്റേഷൻ കാണിക്കുന്നു. എന്നാൽ മറുതലപ്പിലുള്ള മൃഗം ഈ ആദ്യമായി നുകം ചുമക്കുന്ന മൃഗത്തെ കൂടെ വലിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് ഈ വയലിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നിർബന്ധത്താലാണ് ഇവൻ ഈ നുകം ചുമക്കുന്നത്. ഇവൻ്റെ ശ്രദ്ധ എന്താണെന്നറിയാമോ? കുറേ അസ്വസ്ഥത നോക്കുമ്പോൾ, അപ്പുറത്തെ തലപ്പിലേക്ക് നോക്കുമ്പോൾ അവന് ചാട്ടമില്ല, അവന് ബഹളങ്ങളില്ല, അവൻ ഇറിറ്റേഷൻ ഇല്ല, അവൻ ശാന്തനായി എൻ്റെ ചുമലിലുള്ള ആ നുകത്തിൻ്റെ അമിക്കയറ് എന്നിൽ നിന്ന് പൊട്ടാതെ എന്നെയും കൂടെ കൊണ്ടവൻ ഇത് നോക്കുമ്പോൾ അവനിൽ സംഭവിക്കുന്ന മാറ്റം 3-4 റൗണ്ട് ഈ വയലിൽ ഇങ്ങനെ ഉഴുതു കഴിയുമ്പോൾ അവനിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്നറിയാമോ? എനിക്കറിയാം, ഞാനും അവനെ പോലാകുക. അവനെ പോലെ ഞാൻ ആകുന്നതനുസരിച്ച് പിന്നീട് ഇവൻ ഇവിടുന്ന് പരിശീലനം കിട്ടിക്കഴിയുമ്പോൾ ഈ തലപ്പീന്ന് അവനെ മാറ്റി അപ്പുറത്ത് അവനെ കെട്ടാൻ പോകുന്നത്. ഇനി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആ സന്ദേശം പറയട്ടെ. അനീഷ് കൊല്ലം എന്ന എന്നെ കർത്താവ് വേലയ്ക്ക് വിളിച്ചാക്കുമ്പോൾ എന്നെ അളന്ന് എൻ്റെ മിടുക്കും പ്രാപ്തിയും കഴിവുകേട് പറഞ്ഞ് എൻ്റെ അളവിലൊരു മുഖം എൻ്റെ ചുമലിൽ വെക്കുമ്പോൾ പലപ്പോഴും ഉള്ളിൽ പുകയാറുണ്ട്. തമ്പുരാനെ ആവതില്ല പച്ച, എനിക്ക് ചുമക്കാൻ വയ്യ. അപ്പോഴും എൻ്റെ കാതിൽ മൊഴിയുന്ന ശബ്ദം, കുഞ്ഞെ സഹിക്കാവുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോഴും എൻ്റെ വാക്കപ്പച്ച, എനിക്ക് താങ്ങാൻ വയ്യ. അപ്പോഴും സ്വർഗം പറയുന്നത്, നിന്നെ ഞാൻ അളന്ന് നിനക്ക് പ്രാപ്തമായതേ ഞാൻ തന്നിട്ടുള്ളൂ. അവിടെയും ആശ്വാസം കിട്ടാതെ എൻ്റെ ഉള്ളം പുകയുന്നു. കർത്താവേ, എനിക്ക് വയ്യ, ഞാൻ ഈ വയലിൽ വീഴുമോന്ന് തോന്നുന്നു. അടുത്ത ചുവട് എവിടെ വെക്കണമെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ ആകണമെന്ന് എനിക്കറിയത്തില്ല, എനിക്കാവതില്ല ഡാഡി. എൻ്റെ കാതിൽ മുഴങ്ങുന്ന ശബ്ദം എന്താണെന്നറിയാമോ മോനെ? നിന്റെ അളവിൽ പണിത നുകത്തിന് 2 തലപ്പുണ്ട്. അതിലൊരു തലപ്പ് നിന്റെ ചുമലില, മറുതലപ്പ് എവിടാണെന്ന് നീ നോക്ക്. മറുതലപ്പിൽ ഞാൻ നിന്റെ കൂടുണ്ട്. മറുതലപ്പ് ഞാൻ ചുമക്കുക. കാരണം എനിക്ക് നിന്നെ അറിയാം, നിനക്കെത്ര കഴിവുണ്ടെന്നറിയാം. നിന്റെ കൂടെ ഞാൻ ഈ വയലിലുണ്ട്, ഉഴുത് തീരും വരെ. ഇന്ന് പകൽ അങ്ങനെ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. കർത്തൃദാസരെ, തോറ്റുപോകല്ലേ കുഞ്ഞെ, ക്ഷീണിക്കാതെ. നിന്നെ അളന്ന് നിന്നെ വേലയ്ക്ക് വിളിച്ചവൻ, നിന്റെ അളവിൽ പണിത മുഖം മറുഭാഗത്ത് നിന്ന് അവൻ ചുമക്കുമ്പോൾ ഒരു ഉറപ്പുണ്ട്, നീ വീഴത്തില്ല, നീ കുഴഞ്ഞു പോകത്തില്ല, നീ താണു പോകത്തില്ല. ഈ വയലിൽ പണി തീരും വരെ ഞാൻ നിന്റെ കൂടെ കാണും. ഈ ദൂത് ചില തലമുറകൾക്കുള്ളതാ, ചില യൗവനക്കാർക്കുള്ളതാ, ചില മാതാപിതാക്കൾക്കുള്ളതാണ്. തളർന്നു പോകല്ലേ, വാടി ക്ഷീണിച്ചു പോകല്ലേ. നിന്റെ ആത്മാവിൻ്റെ കണ്ണൊന്ന് തുറന്നു കാണ്. നിന്നോടൊപ്പം കർത്താവും കൂടുണ്ട്. അവൻ്റെ ഉറപ്പാണ്, ഞാൻ നിന്റെ കൂടിരിക്കാം. ഈ വെളിപ്പാടിലാണ് ഒരാത്മീയൻ ആശ്വാസം കണ്ടെത്തുക. എങ്ങനെ കണ്ടെത്തുന്നതെന്നറിയാമോ? എൻ്റെ കൂടെ യേശുവുണ്ട്, എൻ്റെ ഈ പ്രതികൂലത്തിൽ യേശുവുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പടകിൻ്റെ അമരത്ത് അവൻ ഉറങ്ങുന്നുണ്ട്. എത്ര തിരമ്പുന്ന പ്രതികൂലത്തിനും എന്നെ മുക്കാൻ പറ്റത്തില്ല. എൻ്റെ പടകിൻ്റെ അമരത്ത് എൻ്റെ നാഥനുണ്ട്. Praise the Lord. ഹല്ലേലൂയ. ആശ്വാസം കണ്ടെത്തുന്നു. 3-ാം ഘട്ടമാണ് നമ്മൾ വായിച്ചത്. അത് പ്രത്യാശയിൽ കണക്റ്റഡ് ആണ്. ആശ്വസിപ്പിക്കുക. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരിക, യേശുവിൽ നിന്ന് പഠിക്കുക. 3-ാം ഘട്ടം അല്പം ഉയർന്ന നിലവാരമാണ്. ഞാൻ യേശുവിനോട് കൂടെ വാഴാൻ പോകുകയാണ്.
ഹല്ലേലൂയ. ഞാൻ യേശുവിനോട് കൂടെ വാഴാൻ പോകുകയാണ്. എന്താണ് ആ ഭാഗ്യാവസ്ഥ? അതാണ് തെസ്സലോനിക്ക സഭയ്ക്ക് നൽകിക്കൊടുക്കുന്നത് കേട്ടോ. തെസ്സലോനിക്ക സഭയ്ക്ക് നൽകിക്കൊടുക്കുന്ന തീവ്രമായ വെളിപ്പാടതാ. ഞാൻ യേശുവിനോട് കൂടെ വാഴാൻ പോകുകയാണ്. ഇന്ന് പകലും നീറിപ്പുകയുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ആത്മീകൻ കാലാകാലങ്ങളായി പ്രാർത്ഥനയിൽ ഉയർത്തുന്നൊരു വാക്കുണ്ട്. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണേ. എത്ര കൊതിയോടെ ആ വാക്കുച്ചരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് ഒരാത്മീയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിടുതൽ. ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുമ്പോൾ ശരിക്കും അന്നാണ് നാം വിടുതലിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങൾ പ്രാപിക്കുന്നത്. എൻ്റെ ശരീരം ഒന്ന് രൂപാന്തരപ്പെടും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറക്കും. ഞാൻ അന്ന് ദ്രവത്വം മാറി അദ്രവത്വം പ്രാപിക്കും. ഞാൻ ക്ഷയമായതിൽ നിന്ന് അക്ഷയത പ്രാപിക്കും. മർത്യത അമർത്യതയെ പ്രാപിക്കും. എത്ര ഭാഗ്യകരമായ വിടുതലുകളാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരുടെ അസ്ഥികൾക്ക് തീപിടിപ്പിച്ച തീവ്രമായ ചിന്തയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. എന്നാൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഈ പ്രത്യാശ മങ്ങിയാണ് കത്തുന്നത്. എന്നാൽ ഒരു പുതുതലമുറയെ ഊർജ്ജസ്വലതയിലേക്ക് കൊണ്ടുവരാൻ, ഒരു പുതുതലമുറയെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പവർ വിഷൻ എടുത്ത ഈ തീവ്രയജ്ഞം പ്രശംസനീയമാണ്. ഈ തീം കണ്ടെത്തിയവരെ ഞാൻ ആത്മാർത്ഥമായി പ്രശംസിക്കുക, അഭിനന്ദിക്കുക. കാരണം ഇന്നിന് വേണ്ട ഏറ്റവും തീവ്രമായ സന്ദേശം, ദൈവസഭ നിന്ന ഈടുറ്റ വെളിപ്പാടാണ് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന് പറയുമ്പോൾ ഒരാത്മീകന് ലഭ്യമാകാൻ പോകുന്ന ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ പൗലോസ് ആ പദത്തിന് കൂടെ കർത്താവിൻ്റെ മടങ്ങിവരവിൽ നടക്കുന്ന 3 പ്രധാന സംഭവങ്ങൾ, ആ 3 പ്രധാന സംഭവങ്ങൾ കമ്പിവാചകത്തിൽ ഞാൻ പറയാം. ഒന്ന്, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവും, അങ്ങനെ 3 കാര്യങ്ങൾ നമുക്കവിടെ സവിസ്തരമായി മനസ്സിലാക്കാൻ കഴിയും. കർത്താവിൻ്റെ കാഹളനാദം മുഴങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? പ്രധാന ദൂതൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് തന്നെ വളരെ ആഴമായ ആത്മീക ചിന്തകളാണ്. കാഹളം മുഴങ്ങുന്നതിൻ്റെ അന്ന് നാം ഇവിടുന്ന് വിടുവിക്കപ്പെടുമെന്ന ഒറ്റവാക്കിൻ്റെ പ്രത്യാശയല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ ഗംഭീര ശബ്ദം മുഴങ്ങുമ്പോൾ നടക്കുന്നതിനെ എങ്ങനെ മനസ്സിലാക്കാം? ഒരുപാട് വാക്കുകൾ കൊണ്ട് നമുക്കതിന് വിവരണം ലഭിക്കും. ഈ മാസം മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവർ രാവും വൈകിട്ടും നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ അടുത്ത ദിനങ്ങൾ നിങ്ങൾ പ്രതിസന്ധികളെ നോക്കി പുഞ്ചിരിക്കാൻ പഠിക്കും. വേദനകളെ നോക്കി പുഞ്ചിരിക്കാൻ കഴിയും. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും പാപത്തെയും നോക്കി എതിർക്കാൻ പറ്റും. കാരണം അത്ര തീവ്രമായ സന്ദേശമാണ് ഈ പ്രത്യാശയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന ആ ദിനത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? കർത്താവിൻ്റെ ഗംഭീരനാദം അവിടെ മുഴങ്ങാൻ പോകുകയാണ്. എന്തിനാണ് കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഈ ഗംഭീരനാദം മുഴങ്ങിയിട്ടുണ്ട്. കർത്താവ് നൈനിലെ വിധവയുടെ ആ മകൻ്റെ ശവമഞ്ചത്തെ തൊട്ടിട്ട് പറഞ്ഞു, ബാല്യക്കാര എഴുന്നേക്ക. അവൻ ചാടി എഴുന്നേറ്റു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഈ ഐറോസിൻ്റെ ഭവനത്തിൽ ചെന്ന് 12കാരി മകളെ തൊട്ടിട്ട് പറഞ്ഞു, തലീദ കൂമി, ബാല്യക്കാരി എഴുന്നേൽക്ക. അവൾ ചാടി എഴുന്നേറ്റു. ഇവർ രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ച നാഥൻ സെമിത്തേരിയിൽ ചെന്ന് ലാസറിനെ വിളിക്കുന്നു, ലാസറേ പുറത്തു വരിക. അഴുകിയ മനുഷ്യൻ പുതിയ ശരീരത്തോടുകൂടി അവൻ പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഈ 3 ഭാഗങ്ങൾ പഠിച്ചാൽ ഒരു സംശയം നമുക്കുണ്ടാകും. 2 പേരെ പേര് വിളിച്ചില്ല, ബാല്യക്കാരി. ലാസറിനെ മാത്രം വിളിച്ചത് ലാസറ എന്നാണ്. ആ ചോദ്യം വരുമ്പോൾ നമ്മുടെ അകത്തൊരു ചോദ്യം വരാൻ സാധ്യത ഇതാണ്: എന്തുകൊണ്ട് ലാസറിനെ ഈ പേര് വിളിച്ചു? ലാസറ എന്ന് പ്രിയനായതുകൊണ്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയനായതുകൊണ്ടല്ല. നൈനിലെ വിധവയുടെ മകൻ്റെ ശവവുമായി പോകുമ്പോൾ മരിച്ചത് ഒരാളാണ്. യായിറസിൻ്റെ ഭവനത്തിൽ ശ്രദ്ധിച്ചാൽ മരിച്ചതൊരു മകളാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കിൽ അവർ മാത്രമേ ഉയർക്കാനുള്ളൂ. എന്നാൽ 3ാമത്തെ സംഭവം നടക്കുന്നത് സെമിത്തേരിയാണ്. അവിടെ ഒരുപാട് മൃതശരീരങ്ങളുണ്ട്. ബാല്യക്കാരായെന്ന് വിളിച്ചാൽ
ലാസർ കൂടാതെ ഒരുപാട് പേര് ഉയർക്കുന്നത് കൊണ്ട് കർത്താവിന് പറയാനുള്ളത് ഇപ്പോൾ ലാസർ മാത്രം മതി. അതായത് സെമിത്തേരി എന്നറിഞ്ഞിട്ടാണ് നാഥൻ പറയുന്നത്, ലാസറേ പുറത്തു വരിക. അങ്ങനെയാണെങ്കിൽ കർത്താവ് അല്ലാതൊരു വാക്ക് മൊഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? കാൽവറിയുടെ ഗിരിമുകളിൽ രക്താഭിഷിക്തനായി കർത്താവ് തൻ്റെ പ്രാണൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സകലവും നിവർത്തിയായി എന്ന വാക്കുച്ചരിച്ച് അവൻ ഉറക്ക നിലവിളിക്കുമ്പോൾ അവിടെ മത്തായി 27:52 ഉടനെ കല്ലറകൾ തുറന്നു. ക്രൂശിൽ എൻ്റെ കർത്താവിൻ്റെ ഗംഭീര സ്വരം ഏതെല്ലാം പരിധി വരെ എത്തിയോ അവിടെയുള്ള കല്ലറകളൊക്കെ തുറന്നിട്ട് മരിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പുറത്തു വന്നു എന്ന് ചരിത്രം പറയുന്നെങ്കിൽ ഇനി ഈ ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങാൻ പോകുന്നു, ഇവിടെ കയറി വരുവീൻ. ആ വാക്ക് കേൾക്കുന്ന മാത്ര നമ്മോടൊപ്പം പ്രാർത്ഥിച്ചാരാധിച്ച് മണ്ണിന് മണ്ണായി ഏൽപ്പിച്ച് ഒരുപടി മണ്ണുവാരി മണ്ണിലേക്ക് വിട്ടുകൊടുത്ത് പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റു വരുമെന്ന മഹനീയ പ്രഖ്യാപനത്തോടെ മണ്ണിന് മണ്ണായി ഏൽപ്പിച്ച ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ മണ്ണിൽ നിന്ന് ഉയർക്കാൻ പോകുകയാണ്. കർത്താവിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ഈ മണ്ണിൽ നിന്ന് മരിച്ച ശവങ്ങൾ എഴുന്നേൽക്കും. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നത്, ആമേൻ, എൻ്റെ പ്രഭാതം വരികയാണെന്ന്. എൻ്റെ മൃതന്മാർ എഴുന്നേൽക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മോടൊപ്പം ഇരുന്ന് ആരാധിച്ചവർ, മണ്ണിന് മണ്ണായി വിട്ടുപോയവർ ഉയർക്കുന്ന ദിവസം അന്നാണ്. അന്ന് ആവേശത്തോടെ അവർ ഒരു പാട്ട് പാടുന്ന ദിവസമാണ്. അവർ പാടും, പാതാളമേ നിന്റെ ജയമെവിടെ. അത്ര ശ്രേഷ്ഠമാണ്. മരണമേ പാതാളമേ എന്നുള്ള ഗാനം വീണ്ടെടുപ്പിന്റെ ഗാനമാണ്. അതൊരു കൂട്ടം വിശുദ്ധന്മാർ മരിച്ചവർ പാതാളത്തെ വെല്ലുവിളിക്കുമ്പോൾ നാമ എങ്ങനെ ആയിരിക്കുമെന്നല്ലേ. അന്നാണ് കർത്താവിൻ്റെ ഗംഭീര നാദം മുഴങ്ങുക മാത്രമല്ല, അവിടെ ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങാൻ പോകുകയാണ്. ആ കാഹളനാദം മുഴങ്ങുമ്പോൾ ഈ മണ്ണിൽ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയാണ്. നമ്മൾ മരണം കാണാതെ തേജസ്കരിക്കപ്പെട്ട് ഈ മണ്ണിൽ നിന്ന് പറന്നുയരുകയാണ്. വാനഗോളങ്ങളെ താണ്ടിക്കൊണ്ടുള്ള ഒരു മഹനീയ പ്രയാണം. ആ പ്രയാണം ചെന്നെത്തുന്നത് അങ്ങക്കരയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ പാതാളത്തെ വെല്ലുവിളിച്ച് പാടുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പാട്ട് പാതാളത്തെയല്ല, മരണമേ നിന്റെ ജയം എവിടെയാണ്. അങ്ങനെ ഗാനപ്രതിഗാനമായി പാടി പോകുമ്പോൾ പ്രധാന ദൂതൻ എന്തിനാ വരുന്നതെന്നല്ലേ, മോശയുടെ ശരീരത്തിന് നേരെ സാത്താൻ വാദിച്ചതുപോലെ വാദിക്കാൻ അന്ധകാര മണ്ഡലം ഒരുങ്ങുമ്പോൾ പ്രധാന ദൂതൻ ആഹ്വാനം കൊടുക്കുന്നു സ്വർഗീയ സൈന്യത്തിന്. എന്തിന്? നമുക്ക് വഴിയൊരുക്കാൻ. അതേ പ്രിയരെ, നാം ഈ മണ്ണിൽ നിന്ന് പറന്നുയരാൻ പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് ലോക സംഭവങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു ആത്മീകന് പറയാൻ പറ്റും, ഞാനിവിടെ നിന്ന് പറന്നു പോകാൻ പോകുകയാണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കണം. എങ്ങനെയാണ് ആശ്വാസമെന്നറിയാമോ? മരണമേ നിനക്കെന്നെ കിട്ടത്തില്ല കേട്ടോ, ഞാൻ മരണം കാണാതെ എടുക്കപ്പെടാൻ പോകുകയാണ്. കടബാധ്യതയെ നോക്കി പറയണം, കടമേ നിനക്കെന്നെ അധിക നാൾ വേട്ടയാടാൻ കഴിയില്ല. രോഗത്തെ നോക്കി ആത്മാവിൽ പറയണം, രോഗമേ നീ തൊടാൻ പറ്റാത്തിടത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ കർത്താവ് വരാൻ പോകുകയാ. വെല്ലുവിളികളെ നോക്കി ഉറക്കെ പറയേണ്ടത്, പ്രശ്നങ്ങളെ ഇനി അധിക നാൾ നിങ്ങൾക്ക് എന്നെ കിട്ടുകയില്ല, ഞാൻ പറന്നു പോകാൻ പോകുകയാ, എൻ്റെ കർത്താവിനോട് കൂടെ യുഗായുഗങ്ങൾ വാഴാൻ പോകുകയാ. ആ പ്രത്യാശ അകത്ത് പ്രവേശിച്ചവർ കരങ്ങൾ തട്ടി അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം ആ പ്രത്യാശയുള്ളവർ ഒരുമിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? പ്രത്യാശയുടെ ഈടുറ്റ ചിന്ത ഓരോ ആത്മീയരുടെയും അകത്ത് ഇത് പ്രവേശിക്കട്ടെ. നമ്മൾ അല്പകാലം മാത്രമാണ് ഈ ഭൂമിയിലുള്ളത്. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. കുഞ്ഞെ, സ്നാനം മാറ്റിവെക്കല്ലേ, രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള തീരുമാനം മാറ്റിവെക്കല്ലേ, പാപവഴിയിലേക്ക് പോകല്ലേ, ലോകത്തിലേക്ക് വീണു പോകല്ലേ. കാഹളം മുഴങ്ങാൻ പോകുക. കണ്ണിമിക്കുന്നതിനുള്ളിൽ കാഹളനാദം മുഴങ്ങും. ഒരു കൂട്ടം ഇവിടുന്ന് പറന്നുയരുമ്പോൾ
സ്വർഗത്തിൽ മധ്യാകാശത്തിൽ ഒരു ആത്മീക സമ്മേളനം ഇതുപോലെ ഒരുങ്ങാൻ പോകുകയാ. ആ പ്രൗഢ ഗംഭീരമായ വേദിയിൽ കർത്താവ് നിന്നെ കൊണ്ട് എത്തിച്ച് മാനിക്കാൻ പോകുകയാണ്. ആ പ്രത്യാശയെ കത്ത് പ്രാപിച്ചുകൊണ്ട് നമുക്കൊന്നുണരാം. ഒന്നും കിട്ടിയില്ലെങ്കിലും കർത്താവിൻ്റെ വരവിൽ പോകണം. കടം മാറിയില്ലെങ്കിലും കർത്താവിൻ്റെ വരവിൽ പോകണം. രോഗം മാറിയില്ലെങ്കിലും കർത്താവിൻ്റെ വരവിൽ പോകണം. ഇവിടെ എന്തെങ്കിലും നേട്ടങ്ങൾ ലഭ്യമായില്ലെങ്കിലും കർത്താവിൻ്റെ വരവിൽ പോകണം. ആ പ്രത്യാശയോടെ കരങ്ങൾ തട്ടി നമുക്കൊന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് വരാറായി. ആ പ്രത്യാശയോടെ ശക്തിയോടെ എല്ലാ അധരങ്ങളും തുറന്ന് യേശുവരുമേ പൊന്നേശുവരുമേ വരവിനെ തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ വരവിനെ തൻ വചനം പോൽ നീ യേശുവരുമേ യേശുവരുമേ പൊന്നേശുവരുമേ വരവിനെ തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ വരവിനെ തൻ വചനം പോൽ നീ ഇവിടെ കയറി വരുവീനെന്ന ദൈവ ശബ്ദം കേട്ട് അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിയിടുന്നുവോ ഇവിടെ കയറി വരുവീനെന്ന ദൈവ ശബ്ദം കേട്ട് അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിയിടുന്നുവോ യേശുവരുമേ പൊന്നേശുവരുമേ വരവിനെ തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ വരവിനെ തൻ വചനം പോൽ നീ ഓ അമ്പരത്തി ശക്തികൾ പ്രവചിച്ചിടുന്നതാ അമ്പരത്തിനാലി ലോകം നടുങ്ങിടുന്നിതാ അമ്പരത്തി ശക്തികൾ പ്രവചിച്ചിടുന്നതാ അമ്പരത്തിനാലി ലോകം നടുങ്ങിടുന്നിതാ യേശുവരുമേ പൊന്നേശുവരുമേ വരവിനെ തൻ വചനം പോൽ നീ ഓ വരവിനെ തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ നീക്കും ലോകവാഴ്ച യേശു രാജരാജനാ സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി നീക്കും ലോകവാഴ്ച യേശു രാജരാജനാ സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധർക്കായി യേശുവരുമേ പൊന്നേശുവരുമേ വരവിനെ തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ ഓ വരവിനെ തൻ വചനം പോൽ നീ ഓ മുൾമുടിയണിഞ്ഞു രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ മുൾമുടിയണിഞ്ഞു രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ യേശുവരുമേ പൊന്നേശുവരുമേ വരവിനെ തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ ഓ വരവിനെ തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ ആമേൻ വരവിനെ തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ ഓ വരവിനെ തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുവോ